മൊഡ്യൂൾസ് ഞാൻ ഒരെണ്ണത്തിൽ തീർക്കണമെന്ന് വിചാരിച്ചാൽ നടന്നില്ല. അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ എന്തോ ഒരു കഥ പറഞ്ഞു പോയപ്പോൾ തീർന്നെന്ന് തോന്നുന്നു. ലെങ്തി ആയിപ്പോയി, ബോറായിപ്പോയി. രണ്ടാമത്തെ പാക്കേജസ്. മൊഡ്യൂൾസ് ഞാൻ പറഞ്ഞു സിംഗിൾ ഫയലാണ്. എന്നുവെച്ചാൽ മെയിൻ abuharis.py എന്ന് പറഞ്ഞാൽ അതൊരു മൊഡ്യൂളാണ്. രണ്ടാമത്തെ കേസ് പാക്കേജസ് എന്ന് പറഞ്ഞാൽ അതൊരു ഫോൾഡറാണ്. ഫോൾഡർ കണ്ടെയ്ൻസ് മൾട്ടിപ്പിൾ മൊഡ്യൂൾസ്. ഒരെണ്ണത്തിൽ കൂടുതലുള്ള സാധനം ഉണ്ടെങ്കിൽ അതിന് പാക്കേജ് എന്ന് വിളിക്കാം. പക്ഷേ പാക്കേജ് എന്ന് വിളിക്കണമെന്ന് പറഞ്ഞാൽ കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. എന്താ നോക്കാം. തിങ്സ് നെസസറി ടു ക്രിയേറ്റ് എ പാക്കേജ്. അതിന് ഒരു ഫോൾഡർ ഉണ്ടാവും, ഫോൾഡർ പേരുണ്ടാവും, ഫോൾഡർ നെയിം ഉണ്ടാവും, ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ അതിനകത്ത് മൾട്ടിപ്പിൾ മൊഡ്യൂൾസ് ഉണ്ടാവും. കൂടാതെ അതിനകത്ത് മറ്റൊരു ഫയൽ ഉണ്ടാവും, init.py എന്ന് പറഞ്ഞിട്ടുള്ള ഫയൽ ഉണ്ടാവും. ആ ഫയൽ ഇറ്റ് ക്യാൻ ബി എംപ്റ്റി. എന്നാൽ ഈ ഫയലാണ് ഒരു ഫോൾഡറിനെ പാക്കേജാക്കി മാറ്റുന്നത്. init.py എന്ന് പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് കാണുന്നു, ഈ ഫയൽ എന്തിൽ കാണുന്നുണ്ടോ അതിനെ പാക്കേജ് എന്ന് വിളിക്കാം. ഇപ്പോൾ ആ ഫയൽ ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫോൾഡർ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇത് എം ടി ആവാം, അല്ലെന്നുണ്ടെങ്കിൽ യു ക്യാൻ എക്സിക്യൂട്ട് ഇനീഷ്യലൈസേഷൻ കോഡ് എന്ന് വെച്ചാൽ അതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ സ്ക്രിപ്റ്റ് ആഡ് ചെയ്യാം. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫസ്റ്റ് ലൈൻ ഓഫ് കോഡ് എക്സിക്യൂട്ട് ആവുന്നത് init.py നിന്നായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രീ റിക്വസിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് വേണമെങ്കിൽ ചെക്ക് ലിസ്റ്റ് ഒക്കെ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ അതിനകത്ത് ഡണ്ടർ ഓൾ എന്ന് പറഞ്ഞിട്ട് വേരിയബിൾ ഉണ്ട്. ആ വേരിയബിളിനകത്താണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഏതൊക്കെയാണ് ഇമ്പോർട്ട് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമാൻഡ് വിളിക്കുമ്പോൾ. അതായത് നമ്മൾ ഫ്രം ഇമ്പോർട്ട് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വൈൽഡ് കാർഡ് വെച്ചിട്ട് നമ്മൾ പറഞ്ഞത് ഇമ്പോർട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ആ ഇമ്പോർട്ട് കമാൻഡ് വിളിക്കുമ്പോൾ എന്താണ് ഇമ്പോർട്ട് ആവേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ പറഞ്ഞ ഓൾ എന്ന് പറഞ്ഞ വേരിയബിൾ. ഓൾ ഈസ് എ ലിസ്റ്റ് ഓഫ് മൊഡ്യൂൾസ് ആയിരിക്കും വിച്ച് കണ്ടെയ്ൻസ് മൊഡ്യൂൾ നെയിം വിതൗട്ട് py എക്സ്റ്റൻഷൻ. അങ്ങനെ py എക്സ്റ്റൻഷൻ എല്ലാം കൊടുക്കുന്നതാണ് ഈ പറഞ്ഞ ഓൾ മൊഡ്യൂളിനകത്ത്. അത് ഈ പറഞ്ഞ വൈൽഡ് കാർഡ് ഉപയോഗിക്കുമ്പോൾ ഇറ്റ് വിൽ ബി ലോഡഡ് ഓട്ടോമാറ്റിക്കലി. നേരത്തെ നമ്മൾ പറഞ്ഞു റിലേറ്റീവ് ആൻഡ് അബ്സൊല്യൂട്ട് പാത്ത്. ഇത് ഈ പറഞ്ഞ പാക്കേജിൻ്റെ കേസിലാണ് ഈ പറഞ്ഞ റിലേറ്റീവ് ആൻഡ് അബ്സൊല്യൂട്ട് പാത്ത്സ് വരുന്നത്. കാരണം നിങ്ങളുടെ പാക്കേജിനകത്ത് നിങ്ങളുടെ മൊഡ്യൂൾ ഒന്നല്ലല്ലോ, ഒരുപാട് മൊഡ്യൂളില്ലേ. ആ മൊഡ്യൂളൊക്കെ നിങ്ങൾക്ക് റീയൂസ് ചെയ്യേണ്ടി വരും ചിലപ്പം ഒരേ മൊഡ്യൂളിനകത്ത് തന്നെ. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് ഈ പറഞ്ഞ init.pyയുടെ ഉപയോഗം വരുന്നതും അതേപോലെ തന്നെ ഈ പറഞ്ഞ റിലേറ്റീവ് ആൻഡ് അബ്സൊല്യൂട്ട് പാത്തിൻ്റെ ഉപയോഗം വരുന്നതും. പറഞ്ഞില്ലേ നമ്മൾ വേർഷൻസ് എന്തുകൊണ്ടാണ് പൈത്തൺ എന്തുകൊണ്ടാണ് ഏതൊരു ആപ്ലിക്കേഷനും അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല ഫീച്ചേഴ്സും കിട്ടാതെ പോകുന്നത് ഈ പറഞ്ഞ അപ്ഗ്രേഡേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്നതുപോലെ ഈ പറഞ്ഞ അബ്സൊല്യൂട്ട് പാത്തുകൾ വർക്ക് ചെയ്യും എന്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ 3.3 വേർഷൻ. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് 3.13 ആണ്, പ്രശ്നമൊന്നുമില്ല. 3.3 വേർഷൻ കഴിഞ്ഞിട്ടുള്ളതെല്ലാം അബ്സൊല്യൂട്ട് പാത്ത് എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് ബോധരാവേണ്ട, അത് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എപ്പോഴും പക്ഷേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും അബ്സൊല്യൂട്ട് പാത്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഡബിലിറ്റി ഉണ്ടാവും. നമ്മൾ പറഞ്ഞ മൊഡ്യൂൾ നെയിം ഡോട്ട് എന്താ പറയുക പാക്കേജ് ഡോട്ട് മൊഡ്യൂൾ നെയിം ഡോട്ട് ഫീച്ചർ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ റൂൾ ഓഫ് തമ്പ് അബ്സൊല്യൂട്ട് ഇമ്പോർട്ട് നടക്കേണ്ടതെന്ന് വെച്ചാൽ ഈ വർക്ക് ഈവൻ ഇൻ ദ സ്പേസ് എന്ന് വെച്ചാൽ ഈ ഒരു അബ്സൊല്യൂട്ട് ഇമ്പോർട്ട് എപ്പോഴും നടക്കും ഈ പറഞ്ഞ മൊഡ്യൂളിനകത്ത്. അത് നമുക്ക് നോക്കിയതിന് ശേഷം വന്ന് സോ വിൽ കം ബാക്ക് ടു ദി തിങ്. അപ്പോൾ നമുക്ക് മൊഡ്യൂൾസ് ഉണ്ട്, നമുക്ക് ആ മൊഡ്യൂൾസ് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ലിബ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് നമുക്ക് പറഞ്ഞ സാധനങ്ങളുണ്ട്. നടന്നു പോട്ടെ. ഇമ്പോർട്ട് ജെയ്സൺ. അപ്പോൾ ജെയ്സണിനകത്ത് പോകുന്നു. ഞാൻ എന്ത് ചെയ്തു, ഇതിനകത്ത് ക്ലിക്ക് ചെയ്തു. സോ ലിബിനകത്ത് ജെയ്സൺ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ ഫയൽസ് ഉണ്ട് കേട്ടോ. base64 AST ARG AS സംതിങ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ മൊഡ്യൂൾസ് ആണ്. എന്ന് വെച്ചാൽ py എക്സ്റ്റൻഷനുള്ള എല്ലാം മൊഡ്യൂളാണ്. അത് കൂടാതെ വി ക്യാൻ സീ സെവറൽ പാക്കേജസ്. യു ക്യാൻ സീ ദീസ് ആർ ഡയറക്ടറീസ്. ജെയ്സൺ ഉണ്ട്, ലോഗിങ് ഉണ്ട്, MS എന്ന് വെച്ചാൽ SQLite. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഫോൾഡർ ആണെങ്കിൽ നമ്മൾ ഫോൾഡർ നെയിം ഉണ്ടാവണം അല്ലേ, പാക്കേജിന് ഒരു ഫോൾഡർ നെയിം ഉണ്ടാവണം. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് മൾട്ടിപ്പിൾ മൊഡ്യൂൾസ് ഉണ്ടാവണം, ഒന്നിലധികം ഉണ്ടാവണം. കൂടാതെ അതിനകത്ത് init.py എന്ന് പറഞ്ഞ ഫയൽ ഉണ്ടാവണം. നമുക്ക് നോക്കാം, ജെയ്സണിനകത്ത് നോക്കാം. സോ ഇറ്റ് ഹാസ് init.py. അതെന്തായി, ഒരു മൊഡ്യൂളായി. കൂടാതെ ഡീകോഡർ, എൻകോഡർ, സ്കാനർ, ടൂൾബോർഡ്.py ഇങ്ങനെയുള്ള 4 ഫയൽസ് ഉണ്ട്. അതിൻ്റെ പേരിൽ അതിനെന്ത് ചെയ്യും, ഒരു പാക്കേജ് എന്ന് വിളിക്കാം. init.py എന്നുള്ള സാധനം അതിനെ പാക്കേജായിട്ട് ലേബൽ ചെയ്തു. അതുപോലെ തന്നെ മറ്റുള്ള SQLite init.py ഉണ്ട്, main.py ഉണ്ട്, ബാക്കിയുള്ള ഫയൽസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇതും ഒരു പാക്കേജാണ്. അപ്പം പാക്കേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ പൈത്തൺ മൊഡ്യൂൾസ് ഉണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ ഒരു init.py ഉണ്ടാവും. അതാണ് അതിനെ പാക്കേജായിട്ട് മാറ്റുന്നത്. init.pyക്കകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതാം, ഡോക് സ്ട്രിംഗ് എഴുതാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനിഷ്യലൈസേഷൻ സ്ക്രിപ്റ്റ് എഴുതാം. എന്ന് വെച്ചാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഹെൽപ്പർ ഫങ്ഷൻസ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾ യൂസറെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസറെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടി ചെയ്തേക്കുന്നതാണ് ഈ പറഞ്ഞ ഹെൽപ്പർ ഫങ്ഷൻസ്. ഇത് വേണമെങ്കിൽ എംറ്റി ആക്കാം.
പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് പറഞ്ഞ ഫങ്ഷണാലിറ്റി ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് വളഞ്ഞ വഴിക്കൊക്കെ പോകേണ്ടി വരും. പോരാത്തതിന് നമ്മൾ പറഞ്ഞ main.py എടുക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്തുണ്ടോ SQLite 3 എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്തു. ഇതിനും നല്ലത് വേറൊരു എക്സാമ്പിളാണ്, നോക്കട്ടെ. ജെയ്സൺ എടുത്ത് നോക്കട്ടെ. സോറി, എക്സാമ്പിൾ HTTP എടുക്കാം. അതായത് നമ്മൾ മൊഡ്യൂളിനകത്ത് നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് മൊഡ്യൂളിനകത്ത് തന്നെ മറ്റുള്ള മൊഡ്യൂൾസിനെ ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം വരും. എന്ന് വെച്ചാൽ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയുമ്പോഴും മറ്റുള്ളതിനായിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പോൾ എന്നതുപോലെ email.parse എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചറും email.message എർണോ HTTP ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്തേക്കാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഹൈറാർക്കി നിങ്ങൾ നോക്കണം, എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൈത്തൺ മനസ്സിലാക്കുക. അപ്പോൾ ഇത് നോക്കുന്നത് വെച്ചാൽ പൈത്തൺ നോക്കുന്നത് നിങ്ങളുടെ ലോക്കൽ ഡയറക്ടറിയിൽ ഈ പറഞ്ഞ സാധനം ഉണ്ടോ നോക്കും. ഇല്ലെങ്കിൽ, അതായത് HTTP എന്ന് പറഞ്ഞ മൊഡ്യൂളിനകത്ത് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു HTTP മൊഡ്യൂൾ ഉണ്ടോ നോക്കുന്നു. എന്നാൽ ഇല്ല എങ്കിൽ അത് ലിബിലേക്ക് പോകുന്നു. ലിബിലില്ലെങ്കിൽ അതെന്ത് ചെയ്യും, സൈറ്റ് മൊഡ്യൂൾസിലേക്ക്. ഇപ്പം ലിബിനകത്തുണ്ട്, സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടിങ് ഫ്രം ലിബ്. പിന്നെ IO എന്ന് പറഞ്ഞിട്ടൊരു മൊഡ്യൂളുണ്ട്. ആ IO എന്നുള്ള മൊഡ്യൂൾ ഇവിടെ ഉണ്ടാവും. അല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ക്ലിക്ക് ചെയ്താലും മതി. അപ്പോൾ IO എന്ന് പറഞ്ഞ മൊഡ്യൂളുണ്ട്. സോ ഇറ്റ് ഈസ് ഓൾസോ ഹാവിങ് എ പാത്ത്. സോ സെക്കൻഡ് ചെക്ക് നടന്നു, അതിനുശേഷം ബാക്കിയുള്ളത് ഇതുപോലെ വന്നു. പിന്നെ ഈ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ URL lib എന്ന് പറഞ്ഞിട്ടുള്ള മൊഡ്യൂളിനകത്ത് പാർസ് എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോൾ URL lib എന്ന് പറഞ്ഞ ഒരു പാക്കേജ് ഉണ്ട്. നോക്കട്ടെ, URL lib എന്ന് പറഞ്ഞ പാക്കേജ് ഉണ്ട്. ആ URL libനകത്ത് എന്തുണ്ട്, പാർസ് എന്ന് പറഞ്ഞിട്ടൊരു ഫയലുണ്ട്. ഉണ്ടോ, പാർസ് എന്ന് പറഞ്ഞ ഫയലുണ്ട്. പാർസിനകത്ത് എന്തുണ്ട്, URL split എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട്. മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെയാണ്, ആദ്യം കാണിക്കുന്നത് പാക്കേജ് നെയിമോ അല്ലെങ്കിൽ മൊഡ്യൂൾ നെയിമോ ആയിരിക്കും. ഓക്കെ, പാക്കേജ് മൊഡ്യൂൾ ഓർ ലൈബ്രറി നെയിം. അത് കഴിഞ്ഞ് വരുന്ന ഡോട്ട് എന്ന് പറഞ്ഞത് ഒന്നുകിൽ ഒരു മൊഡ്യൂൾ നെയിം ആവാം ഓർ എ ഫീച്ചർ. ഓക്കെ, എന്നുവെച്ചാൽ മൊഡ്യൂളിൽ തുടങ്ങുകയാണെങ്കിൽ രണ്ടാമത്തത് ഫീച്ചർ ആയിരിക്കും. ഇങ്ങനെയാണ് പോകുന്നത്. ലൈബ്രറിക്ക് മുകളിൽ പാക്കേജിന് മുകളിൽ മൊഡ്യൂളിന് മുകളിൽ ഫീച്ചേഴ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു ഹൈറാർക്കി നോക്കിയാൽ മതി. അപ്പോൾ എന്ന് വെച്ചാൽ ഏതൊരു സാധനത്തിന് ഡോട്ട് ഇട്ടാലും നിങ്ങൾ മനസ്സിലാക്കണം, ഇനിയൊരു ഇമ്പോർട്ട് വരുന്നുണ്ടെങ്കിൽ അത് ഫീച്ചറാണെന്ന് മനസ്സിലാക്കുക. ഇതെന്ന് പറയുമ്പോൾ URL libനകത്ത് പാർസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു URL libനകത്ത് പാർസ് എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. ഫയലിനകത്ത് എന്തുണ്ട്, URL lib എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അങ്ങനെയല്ലേ, URL split എന്ന് പറഞ്ഞ സാധനമുണ്ട്. URL split. അതൊരു ഫങ്ഷനാലിറ്റിയാണ് കേട്ടോ, ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. URL split എന്ന് പറഞ്ഞ ഫങ്ഷനാലിറ്റിയാണ്. ആ ഫങ്ഷനാലിറ്റിയാണ് ഉപയോഗിച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ അതിന് എന്ത് ടെക്സ് URL ആർഗ്യുമെൻറ്റ്, അതിനുശേഷം ഒരു സ്കീമുണ്ട്, അതിനുശേഷം അലോഗ് ഫ്രാഗ്മെൻറ്റ്. എന്ന് വെച്ചാൽ URLനെ സ്പ്ലിറ്റ് ചെയ്യുന്നൊരു പരിപാടിയാണ്. എങ്ങനെ ഫ്രാഗ്മെൻറ്റ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് പോവാം. വി ക്യാൻ ചെക്ക് വൺ മോർ തിങ്. വേണമെങ്കിൽ ഒരു മൊഡ്യൂൾ എടുക്കാം, ഒരു പാക്കേജും കൂടെ എടുക്കാം. സോറി, ലിബിനകത്ത് AsyncIO. ഓക്കെ, ബേസ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇതിനകത്തുമില്ല. മറ്റേ ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്താണ് അബ്സല്യൂട്ട് പാത്ത് എന്നുള്ള എക്സാമ്പിൾ കാണിക്കണമെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു മൊഡ്യൂൾ ഏതായിരുന്നു, SQLiteനകത്തുണ്ടോ, ഇല്ല. നോക്കട്ടെ, റിലേറ്റീവ് പാത്ത് കാണിക്കാൻ എനിക്കൊരു സാധനം കിട്ടുന്നില്ല. എക്സാമ്പിൾ കാണിക്കാനേ, ഇല്ല, പോട്ടെ, കാര്യമാക്കണ്ട. നമുക്കൊരു പാക്കേജ് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി നോക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു പാക്കേജ് ഉണ്ടാക്കണമെങ്കിൽ ഒരു നെയിം വേണം. പാക്കേജ് നെയിമുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ഫോൾഡറുണ്ട്, ഫോൾഡറിൻ്റെ പേരുണ്ട്. ഫോൾഡറിനകത്ത് എന്തുണ്ട്, 1.py എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. അതേപോലെ തന്നെ എന്ന് വെച്ചാൽ ഒന്നല്ല രണ്ടെണ്ണം വേണം മിനിമം, അല്ലേ? അങ്ങനെ എന്നുണ്ടെങ്കിൽ മൊഡ്യൂൾ ആവത്തില്ലേ.
അപ്പം ഇത് 2 മൊഡ്യൂളിന് ഇട്ടു. അപ്പം പാക്കേജായി. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ഫോൾഡർ കണ്ടെയ്നിങ് 2 പൈത്തൺ കോഡ്സ്. എപ്പോഴും നമ്മളുടെ ഇതായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് വേണം പറയാം. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, മൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് പാക്കേജ് ഉണ്ട്, ഒരു മൊഡ്യൂളുണ്ട്. അതിനകത്ത് പാക്കേജിനകത്ത് നമുക്ക് പുതിയൊരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തു. അതിനുശേഷം നമ്മൾ പറയുകയാണ് പ്രിൻറ്റ് ദിസ് ഈസ് മൊഡ്യൂൾ 1. ഇത് മൊഡ്യൂൾ 1 ആണെന്ന് ഞാൻ പറയുന്നു. അതേപോലെ തന്നെ ഞാൻ പറയുന്നു ദിസ് ഇസ് മൊഡ്യൂൾ 2. ഇപ്പോൾ 2 മൊഡ്യൂൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. ആ മൊഡ്യൂളിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്വാപ്പ് ചെയ്യണം. അപ്പോൾ എന്ന് വെച്ചാൽ 1.py എന്ന് പറഞ്ഞ മൊഡ്യൂളിനെ 2.pyയിലേക്ക് ഞാൻ ഇമ്പോർട്ട് ചെയ്യണം. കാരണം എനിക്ക് ഇതിനകത്തുള്ള സർട്ടൻ ഫീച്ചേഴ്സ് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. സോ ആ ഫീച്ചേഴ്സ് എനിക്ക് 2ലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ പാക്കേജിനകത്താണ് നിൽക്കുന്നത് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞു അബ്സൊല്യൂട്ട് പാത്തും റിലേറ്റീവ് പാത്തും ഉപയോഗിക്കുന്നത് പാക്കേജിനകത്താണ്, നിങ്ങൾ അതിൻ്റെ main.pyയിലല്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് നിങ്ങൾ റിലേറ്റ് ചെയ്യുന്നത്. പുറത്താണോ അകത്താണോ എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഞാനിവിടെ പറയുകയാണ് ഇമ്പോർട്ട് എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ മൊഡ്യൂളിന് py എക്സ്റ്റൻഷൻ വേണ്ട. അപ്പം 1 എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പറയുന്നു ഫ്രം 1 ഇമ്പോർട്ട് എന്ത്. അപ്പോൾ അതിനകത്ത് എന്ത് ചെയ്തു, എനിക്കൊരു ഫീച്ചർ ഉണ്ടെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ a is equal to 1. 2-നകത്ത് ഞാൻ പറയുന്നു b is equal to 2. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എ എന്ന് പറഞ്ഞിട്ടുള്ള മൊഡ്യൂളിനെ ഞാൻ ഇമ്പോർട്ട് ചെയ്യാണ് 2ലേക്ക്. ഇതെന്ന് പറഞ്ഞാൽ അബ്സൊല്യൂട്ട് പാത്താണ്. ഇറ്റ് വിൽ വർക്ക് എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ എന്ത് ചെയ്തു, 2 പാക്കേജ് ഉണ്ടാക്കി. ആ പാക്കേജിനകത്ത് 2 മൊഡ്യൂൾ ഉണ്ടാക്കി. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് ആ മൊഡ്യൂളിനെ ഉപയോഗിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ പാക്കേജ് എവിടെയെങ്കിലും ഒരു റെപ്പോസിറ്ററിയിൽ കിടക്കാമെന്ന് വെച്ചോ. അതെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ബ്രേക്ക് ആവാതെ ഉപയോഗിക്കാൻ വേണം അല്ലേ. അപ്പോൾ അങ്ങനെ സാഹചര്യത്തിൽ ഞാൻ പറയുകയാണ് ഇമ്പോർട്ട് നമ്മുടെ പാക്കേജ് എവിടെയാണ് നടക്കുന്നത്, പാക്കേജ് നെയിം എന്ന് പറഞ്ഞിട്ടൊരു പാക്കേജ് ഉണ്ട്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഹൈറാർക്കി ആദ്യം ചെക്ക് ചെയ്യുന്നത് ഇതാണ്, നിങ്ങളുടെ പാക്കേജ് നെയിം നിങ്ങളുടെ ലോക്കൽ സിസ്റ്റത്തിലുണ്ടോ എന്ന് നോക്കും. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇപ്പോൾ നിൽക്കുന്ന ഡയറക്ടറി ഏതാണോ അതിനകത്ത് ഈ പറഞ്ഞ പാക്കേജ് നെയിം ഉണ്ടോ എന്ന് നോക്കും. കാരണം ഉണ്ടല്ലോ, നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന പൈത്തൺ മൊഡ്യൂൾസിനകത്താണ് അതിനകത്ത് ഈ പറഞ്ഞ 3 സാധനം കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ കറണ്ട് ഡയറക്ടറിയിൽ ഇപ്പോൾ പാക്കേജ് നെയിം ഉണ്ട്, അത് അവിടെ നിന്ന് കിട്ടി. അല്ല ഞാനിപ്പോൾ കൺട്രോൾ ഇത് ഞെക്കി കഴിഞ്ഞാൽ സോ ഇറ്റ് വിൽ ബി ഹാവിങ് എ റെഫറൻസ്. എന്ന് വെച്ചാൽ ആക്സസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആക്സസ് ചെയ്യാണ് ഇമ്പോർട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മൊത്തം ആക്സസ് ചെയ്തു, ഇമ്പോർട്ട് ചെയ്തു. അതിനുശേഷം പറയുകയാണ് പ്രിൻറ്റ് എ. കാരണം എനിക്ക് എ എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ട്, ആ വേരിയബിൾ ഇമ്പോർട്ട് ചെയ്യണം. ഞാനത് റൺ ചെയ്യാണ്. സോ എക്സിക്യൂട്ട് ചെയ്യുന്നു, പറയുന്നു നെയിം എ ഈസ് നോട്ട് ഡിഫൈൻഡ്. കാരണം എന്താണ്, എന്നാൽ എനിക്ക് വേറെ എ എന്ന് പറഞ്ഞിട്ട് വേരിയബിൾ ഉണ്ടല്ലോ, എ ഈസ് ഇക്വൽ ടു 1 എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ട്, എന്നാൽ അത് കിട്ടിയില്ല. ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ പറഞ്ഞ മൊഡ്യൂൾസിനെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡണ്ടർ ഇനിറ്റ് ഡോട്ട് py കൊണ്ട് നിങ്ങൾ ഡണ്ടർ ഇനിറ്റ് ആഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു ജസ്റ്റ് ഒരു ഫോൾഡർ എന്ന് മാത്രമേ വിളിക്കാൻ പറ്റത്തുള്ളൂ. അതിനെ പാക്കേജായിട്ട് ആരും ഐഡൻറ്റിഫൈ ചെയ്യില്ല. ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഇനിറ്റ് ഡോട്ട് py കൊടുക്കണം. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോറി, ഇതിനകത്ത് ഇമ്പോർട്ട് മൊഡ്യൂൾ കൊടുത്തുള്ളൂ. അപ്പോൾ വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇത് ഞാൻ കൊടുക്കുന്നില്ല ഇപ്പോൾ കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞു നോർമൽ ഇമ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ പാക്കേജ് നെയിം കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഏലിയാസ് ഉപയോഗിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുകയാണ് പി എന്ന് പറഞ്ഞിട്ടുള്ള നെയിമിലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്തു. അതിന് ശേഷം പറയുകയാണ് p.a. ഇപ്പോൾ കിട്ടും, കാരണം എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു വേരിയബിൾ ഉണ്ട്. സോ വി ക്യാൻ എക്സിക്യൂട്ട് ഇറ്റ്. പാക്കേജ് നെയിം ഹാസ് നോ ആട്രിബ്യൂട്ട് എന്ന് വെച്ചാൽ പാക്കേജ് ഓക്കെ, പാക്കേജ് നെയിമിന് ഇപ്പോഴും അതിനൊരു മൊഡ്യൂളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. കാരണം ഇതിനകത്ത് ഇങ്ങനെ സാധനം ഉണ്ട്, ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യണമെന്ന് അറിയണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് നമ്മൾ പറഞ്ഞ ഡണ്ടർ ഇനിറ്റ് ഡോട്ട് py. അപ്പോൾ ഇതെന്ത് ചെയ്തു, ഞാൻ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് എൻ empty ഫയൽ. ഞാൻ വീണ്ടും മെയിനിലേക്ക് വരുന്നു, അവിടെ നിന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. പാക്കേജ് നെയിം ഡോട്ട് എ. വീണ്ടും ഞാൻ തിരിച്ചു പോകുന്നു.
അങ്ങനെ അതുകൊണ്ട് നമുക്കൊരു പാക്കേജിന് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി നോക്കാം. എങ്ങനെയാണ് ഒരു പാക്കേജ് ഉണ്ടാവുക എന്നുള്ളത്. ആദ്യം ഞാൻ പറയുന്നു പാക്കേജിനൊരു നെയിം വേണം. സോ ഞാൻ പറയുന്നു പാക്കേജ് നെയിം എന്ന് പറഞ്ഞിട്ടാണ് പേരുണ്ടാവുന്നത്. അപ്പോൾ പാക്കേജ് നെയിം ഉണ്ടായി, ഫോൾഡർ ഉണ്ടായി, ഫോൾഡറിനകത്ത് ഉണ്ടാവണം 2 or more modules ഉണ്ടാവണം. എന്ന് വെച്ചാൽ സിംഗിൾ മൊഡ്യൂളായിട്ട് കാര്യമില്ലല്ലോ. എന്ന് വെച്ചാൽ സിംഗിൾ മൊഡ്യൂളാണെങ്കിൽ അങ്ങനെ നിന്നാൽ മതി, പാക്കേജിലേക്ക് കൊണ്ടുണ്ടാകും. എന്ന് വെച്ചാൽ 2 അതിലധികം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാം. അപ്പോൾ ഞാനിത് 1.py എക്സ്റ്റൻഷനുള്ള എല്ലാം മൊഡ്യൂളാണ്. അതേപോലെ തന്നെ ഞാൻ പറയുന്നത് 2.py. അപ്പോൾ എന്ത് 2 മൊഡ്യൂൾസിനെ ഞാൻ പാക്കേജ് നെയിമിലേക്ക് ഇട്ടു. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു പാക്കേജിലേക്ക് 2 ഫയൽസ് ഇട്ട് കഴിഞ്ഞാൽ അത് പാക്കേജ് ആവത്തില്ല, ജസ്റ്റ് ഒരു ഫോൾഡറിലുള്ള ഫയൽസ് മാത്രമേ ആവുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇനിറ്റ് ഫയൽ ഇല്ലാത്തതുകൊണ്ട്. അപ്പം നമുക്ക് തൽക്കാലം അതില്ലാതെ തന്നെ കൊടുക്കാം. അപ്പം ഞാൻ 1ലേക്ക് പറഞ്ഞു കൊടുക്കുന്നു, ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നു a = 1. അതുപോലെ പറയുന്നു പ്രിൻറ്റ് ദിസ് ഈസ് മൊഡ്യൂൾ 1, ജസ്റ്റ് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി മാത്രം. ഞാനത് കോപ്പി ചെയ്യുന്നു. അതുപോലെ രണ്ടാമത്തിലേക്ക് വരുന്നു. അതിനുശേഷം ഞാൻ പറയുന്നു b = 2. അതുപോലെ പറയുന്നു മൊഡ്യൂൾ, ഇത് രണ്ടാമത്തെ മൊഡ്യൂളാണെന്ന് ഞാൻ പറയുന്നു. അപ്പോൾ നമുക്ക് ഒരു ഫയലിൻ്റെ അബ്സല്യൂട്ട് പാത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് 3.3 വേർഷൻ വെച്ചിട്ട് അബ്സല്യൂട്ട് പാത്ത് വർക്ക് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ നെയിം സ്പേസ് റെസൊല്യൂഷൻ ഉള്ളത് കൊണ്ട് 3.3 വേർഷൻ കഴിഞ്ഞിട്ടുള്ള എല്ലാം ഇനിറ്റ് ഇല്ലാതെ വർക്ക് ചെയ്യും. എന്നുവെച്ചാൽ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രം പാക്കേജ് നെയിം എന്ന് വെച്ചാൽ നമ്മൾ പാക്കേജിൻ്റെ പേരെന്തെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പോൾ എന്തുകൊണ്ട് എനിക്ക് എറർ വന്നിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ പറഞ്ഞ പാക്കേജും അതേപോലെ എൻ്റെ എക്സിക്യൂഷൻ ഫയലും കിടക്കുന്നത് സെയിം ഡയറക്ടറിയിലാണ്, എന്ന് വെച്ചാൽ കറണ്ട് ഡയറക്ടറിയിലാണ്. അപ്പം നോക്കുമ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കറണ്ട് ഡയറക്ടറിയിൽ പാക്കേജ് ഉണ്ടോ നോക്കും. അതില്ലെങ്കിൽ മാത്രമാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ ലിബിലേക്കോ സൈഡ് പാക്കേജസിലേക്കോ പോയി നോക്കിയിട്ട് മൊഡ്യൂൾ നോട്ട് 4ൻ്റെ എറർ കിട്ടുന്ന അല്ലേ. എന്നാൽ ഇപ്പം നമുക്ക് കിട്ടി. അപ്പം എറർ റെസൊല്യൂഷൻ കഴിഞ്ഞു, നമുക്ക് മൊഡ്യൂൾ കിട്ടി, പ്രശ്നമില്ല. അപ്പം ഞാൻ പറഞ്ഞു ഫ്രം പാക്കേജിനകത്ത് എന്തുണ്ട് 1 എന്ന് പറഞ്ഞിട്ടൊരു ഫയലുണ്ട്, അതിനകത്ത് a എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയബിൾ ഉണ്ട്. അപ്പോൾ എനിക്ക് അതാണ് കിട്ടേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത് ഫ്രം പാക്കേജ് നെയിം ഇമ്പോർട്ട് വേരിയബിൾ കോൾഡ് a. അതിനുശേഷം ഞാൻ പറയുന്നു പ്രിൻറ്റ്. അപ്പോൾ നേരത്തെ ഞാൻ പറയുന്നു നിങ്ങളൊരു പാക്കേജിനകത്തുനിന്നോ മൊഡ്യൂളിനകത്തോ ഒരു ഫീച്ചറിനെ പുറത്തെടുത്താൽ നിങ്ങൾ അതിൻ്റെ അബ്സൊല്യൂട്ട് പാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലേ. അതിൻ്റെ പ്രിഫിക്സിലേക്ക് നിങ്ങളുടെ മൊഡ്യൂൾ നെയിം ആഡ് ചെയ്യേണ്ട. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്ന് മാത്രം കൊടുത്താൽ മതി. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വാല്യൂ കിട്ടും. സോ റണ്ണിങ് ഇറ്റ് ഇമ്പോർട്ട് a അല്ലല്ലോ, കാരണം പാക്കേജിനകത്ത് നമുക്ക് a അല്ലല്ലോ 1 അല്ലേ ഉള്ളത്. അപ്പോൾ ഞാൻ പറയുന്നു 1 ആണ് ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ എന്താ ചെയ്തത്, നിങ്ങൾ ആ മൊഡ്യൂളിനെ മാത്രമേ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളൂ, അതിനകത്ത് ഫീച്ചർ ഇമ്പോർട്ട് ചെയ്തില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം, അതായത് മൊഡ്യൂൾ നെയിം ഡോട്ട് ഫീച്ചർ. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വാല്യൂ കിട്ടി, ദിസ് ഇസ് മൊഡ്യൂൾ 1 ആൻഡ് ദിസ് ഇസ് വാല്യൂ 1. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ട, നിങ്ങൾക്ക് അതിൻ്റെ ഫീച്ചർ തന്നെ എടുത്താൽ മതി, മൊഡ്യൂൾ വേണ്ട. മൊഡ്യൂളിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ പാക്കേജ് നെയിം ഡോട്ട് മൊഡ്യൂൾ നെയിം ഇമ്പോർട്ട് ഫീച്ചർ. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ മൊഡ്യൂൾ നെയിം എന്താണ്, ഇവിടുത്തെ മൊഡ്യൂൾ നെയിം ഞാനിപ്പോൾ പറയുന്നത് 2 ആണെന്ന് പറയുന്നു. അപ്പോൾ 2 കാണിക്കുന്നു, 2 അതിൻ്റെ വാല്യൂ ഓട്ടോമാറ്റിക് കംപ്ലീറ്റ് ചെയ്യുന്നു. അതിനകത്ത് ഞാൻ പറയുന്നു b എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്, അതിനെ എടുത്താൽ മതി. അപ്പോൾ ഞാൻ പറയുന്നു, അപ്പോൾ ഇപ്പം നമുക്ക് എന്താ കിട്ടിയത്, പ്രിൻറ്റ് എങ്ങനെ പ്രിൻറ്റ് ചെയ്യേണ്ടത്, 2.b എന്ന് കൊടുക്കണോ അതോ b എന്ന് കൊടുത്താൽ മതിയോ? ഇവിടെ b എന്ന് കൊടുത്താൽ മതി. കാരണം എന്താണ്, നമുക്ക് ഓൾറെഡി ആ ഫീച്ചർ പുറത്ത് കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അബ്സൊല്യൂട്ട് പാത്ത് വേണ്ട, റിലേറ്റീവ് പാത്ത് മതി. സോ യു ആർ റണ്ണിങ് ഇറ്റ് ആൻഡ് യു വിൽ ഗെറ്റ് ദ വാല്യൂ 2. സോറി, 1 ഈസ് നോട്ട് ഡിഫൈൻഡ്. സേവ് ആയിട്ടില്ലായിരുന്നു. സോ ദിസ് ഇസ് മൊഡ്യൂൾ 2 ആൻഡ് ദ വാല്യൂസ് 2. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു init.py ഇല്ലാതൊരു മൊഡ്യൂൾ ആവില്ല, ഒരു പാക്കേജ് ആവില്ല എന്ന് പറയുന്നു. ഇറ്റ് ഹാസ് ബീൻ റൺ. അതാണ് ഞാൻ പറഞ്ഞില്ലേ, 3.3 വേർഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ സോ നിങ്ങൾക്ക് ആ ഒരു ഫീച്ചർ കിട്ടും. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ അബ്സൊല്യൂട്ട് പാത്താണ് കൊടുക്കുന്നത്. ആ അബ്സൊല്യൂട്ട് പാത്തിലുള്ള വാല്യൂവിനെ നെയിം സ്പേസ് കറക്ഷനിലൂടെ അല്ലെങ്കിൽ റെസൊല്യൂഷനിലൂടെ അത് എടുത്തിട്ട് വരും. എന്നാൽ എന്ത് നടക്കില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, അബ്സൊല്യൂട്ട് പാത്തും റിലേറ്റീവ് പാത്തും ഉപയോഗിക്കുന്നത് പാക്കേജിനകത്താണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ 1.py എന്ന് പറഞ്ഞ ഫയലിനെ ഞാൻ 2.py ഞാൻ ഇമ്പോർട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ 1.py ഞാൻ പറയുകയാണ് എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഉണ്ട്, ആ ഫീച്ചറിനെ എനിക്ക് 2.py എടുക്കണം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് പറയുന്നു ഇമ്പോർട്ട് 1 അല്ല ഫ്രം ഇമ്പോർട്ട്, എനിക്ക് ആ സെലക്റ്റീവ് ഫീച്ചർ മാത്രം എടുത്താൽ മതി. ഫ്രം 1 ഇമ്പോർട്ട് എനിക്ക് a എന്ന് പറഞ്ഞ വേരിയബിളിനെ എടുത്താൽ മതി.
എന്നിട്ട് ഞാൻ പറയുകയാണ് A = 3. ഇവിടെ ഞാൻ വീണ്ടും അതിന് വാല്യൂ ചേഞ്ച് വരുത്തി. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അബ്സല്യൂട്ട് പാത്ത് കൊടുത്തു, അതിന് ശേഷം A എടുത്തു, Aയുടെ വാല്യൂ ഇവിടെ ഞാൻ ചേഞ്ച് ചെയ്തു 3 ആയി. 1 എന്ന് പറയുന്നത് 3 ആയി. അപ്പോൾ ഞാൻ മെയിൻ ഡോട്ട് py വന്നിട്ട് ഞാൻ പറയുകയാണ് ഫ്രം പാക്കേജ് നെയിം ഡോട്ട് 2 കിടക്കുന്നത് 2 ഇമ്പോർട്ട് A. കാരണം A എന്ന് പറഞ്ഞ വേരിയബിൾ ഇപ്പം 2-ലുണ്ടല്ലോ. കാരണം നമ്മളിപ്പം മറ്റേ 1-ൽ നിന്ന് എടുത്തു, മറ്റേ വാല്യൂ എടുത്ത് ഇവിടെ കൊണ്ടുവന്നു. അതിനുശേഷം പറയുകയാണ് ഇമ്പോർട്ട് മെയിൻ എക്സിക്യൂഷനിലേക്ക് വരികയാണ്. പറയുകയാണ് എനിക്ക് എയുടെ ആവശ്യമുണ്ട്. അങ്ങനെ എന്നിട്ട് ഞാൻ പറയുകയാണ് പ്രിൻറ്റ് A × B. ഇപ്പോൾ ഞാൻ എയെ പ്രിൻറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ എനിക്ക് വേണ്ടത് ഫൈനൽ എക്സിക്യൂഷൻ സമയത്ത് A × B വേണം. എങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള മൊഡ്യൂൾസിന് എടുക്കാം. സോ എക്സിക്യൂഷൻ നടക്കുന്നു. സോ ഈ എറർ വന്നേക്കുന്നത് 2.py-ലാണ്. 2.py ഫ്രം 1 ഇമ്പോർട്ട്, അതായത് നോ മൊഡ്യൂൾ നോട്ട് ഫൗണ്ട് എറർ, നോ മൊഡ്യൂൾ കോൾഡ് 1. നമ്മൾ ഫ്രം 1 ഇമ്പോർട്ട്, അതായത് ഓക്കെ. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അബ്സല്യൂട്ട് പാത്തിൻ്റെ പ്രയോജനം വരുന്നത്. നിങ്ങളിപ്പോൾ നിൽക്കുന്നത് രണ്ടുപേരും കറൻറ്റ് ഡയറക്ടറിയിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അബ്സല്യൂട്ട് പാത്ത് കൊടുക്കാം. അപ്പോൾ റിലേറ്റീവ് പാത്ത് കൊടുക്കാം. അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് നേരത്തെ പറഞ്ഞ ആ ഒരു പ്രശ്നം വരിക. അറ്റംപ്റ്റഡ് ടു റിലേറ്റീവ് ഇമ്പോർട്ട് വിത്ത് നോൺ പാരൻറ്റ് പാക്കേജ് എന്ന് വെച്ചാൽ പൈത്തൺ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ഈ മൊഡ്യൂളിനെ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിലേറ്റീവ് പാത്തിനകത്ത് ഇങ്ങനെ ഒരു സാധനം ഇല്ലയെന്ന് കാണിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾ ഈ പറഞ്ഞ പാക്കേജിനകത്ത് ഡണ്ടർ ഇനിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ ഫയൽ ഇൻസ്റ്റാൾ ഇട്ട് കൊടുക്കേണ്ടത്. അത് എംറ്റി ആക്കാം. ഒന്നും നിങ്ങൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ യു ക്യാൻ റൺ ഇറ്റ്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കനോട്ട് ഇമ്പോർട്ട് നെയിം A ഫ്രം പാക്കേജ് നെയിം. ഇതിപ്പോൾ ഏത് സാഹചര്യത്തിലാണ് വന്നേക്കുന്നത്? ഇത് ലൈൻ നമ്പർ 2. കനോട്ട് ഇമ്പോർട്ട് നെയിം A ഫ്രം പാക്കേജ് നെയിം. സംതിങ് ഈസ് റോങ്. 1-ൽ നിന്നത് കറണ്ട് ഡയറക്ടറിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നു. A ഇമ്പോർട്ട് ചെയ്യുന്നു. A ഉണ്ട്. ഓക്കെ, ഇമ്പോർട്ട് ചെയ്യുന്നു. ലൈൻ നമ്പർ 2 ഇവിടെയാണ് എറർ വന്നേക്കുന്നത്. കനോട്ട് ഇമ്പോർട്ട് നെയിം A ഫ്രം പാക്കേജ് നെയിം. എന്തുകൊണ്ട് പറ്റില്ല? ഇമ്പോർട്ട് ഏതാണ്? 1 ആണ്. I have made a mistake. ഓക്കെ, മിസ്റ്റേക്ക് വന്നു. അപ്പോൾ ഇവിടെയാണ് ഞാൻ നേരത്തെ ആ ഒരു അബ്സല്യൂട്ട് പാത്തിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ വരുന്നത്, സാഹചര്യം വന്നത് കേട്ടോ. എന്നുവെച്ചാൽ കറണ്ട് ഡയറക്ടറിയിലുള്ള എന്നുവെച്ചാൽ പാക്കേജ് നെയിമാണ് കറണ്ട് ഡയറക്ടറി. അതിനകത്തുനിന്ന് 1 എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, അതിനകത്ത് എടുത്തുകൊണ്ടിരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതല്ല നിങ്ങളുടെ മൊഡ്യൂൾ, ഫോർ എക്സാമ്പിൾ ഇവിടെ പുതിയൊരു പുറത്തേക്കൊരു മൊഡ്യൂൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പേരൻ്റ് ഡയറക്ടറിയിലേക്ക് പോകുന്നു. അതിന് ശേഷം പറയാണ് പുതിയൊരു മൊഡ്യൂൾ ഉണ്ടാക്കി. ആ മൊഡ്യൂളിനകത്തേക്ക് എന്ത് ചെയ്തു? new.py എന്ന് പറഞ്ഞിട്ട് ഫയൽ ഉണ്ടാക്കിയിട്ടു. അതേപോലെ തന്നെ old.py 2 ഫയൽ ഉണ്ടാക്കേണ്ട ഭാഗത്ത് ഞാൻ ചെയ്തു. അതേപോലെ ഞാൻ എന്ത് ചെയ്തു? ഡണ്ടർ ഇനിറ്റ് py വെച്ചിട്ട് അതിനെ പാക്കേജാക്കി മാറ്റുകയും ചെയ്തു. അപ്പോൾ new.py-യിനകത്ത് പറഞ്ഞെടുക്കുകയാണ് ന്യൂ എന്ന് പറഞ്ഞ വേരിയബിൾ, ദിസ് ഇസ് ന്യൂ. ഓക്കെ, അപ്പം ഞാൻ അബ്സല്യൂട്ട് പാത്തും റിലേറ്റീവ് പാത്തും പറയാനാണ് ഈ പറഞ്ഞ കഷ്ടപ്പെടുന്നത്. ശരിയാവുന്നില്ല. അപ്പം അബ്സല്യൂട്ട് പാത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണോ വരുന്നത് പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്നാൽ റിലേറ്റീവ് പാത്തിൽ നിങ്ങൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ റിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ പറയാണ് ഫ്രം കറണ്ട് ഡയറക്ടറി അല്ല. കാരണം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ പറഞ്ഞ പാക്കേജിന് പുറത്ത് മറ്റൊരു ന്യൂ മൊഡ്യൂളുണ്ട്. അപ്പോൾ ഞാൻ ഡോട്ട് കൊടുക്കുന്നു. അപ്പോൾ ഡോട്ട് കൊടുക്കുന്നുണ്ടോ? ഒന്ന് മെയിൻ കാണിക്കുന്നുണ്ട്, പിന്നെ മൊഡ്യൂൾസ് കാണിക്കുന്നുണ്ട്, പിന്നെ ന്യൂ മൊഡ്യൂൾ കാണിക്കുന്നുണ്ട്, പാക്കേജ് നെയിം കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച്. അപ്പം എനിക്ക് വേണ്ടത് ഇപ്പം ഞാൻ ഫോൾഡറിന് പുറത്തെത്തി എന്ന് വെച്ചാൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിന് പുറത്താണ്. എന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ഈ പറഞ്ഞ പാക്കേജ് നെയിം കാണിക്കുന്നത്. കാരണം പുറത്തുനിന്ന് നോക്കുമ്പോൾ പാക്കേജ് നെയിം കാണാൻ പറ്റുന്നുണ്ട്.
സോ മൊഡ്യൂളിനകത്ത് ന്യൂ മൊഡ്യൂളിനകത്ത് നിന്ന് അതിനകത്ത് എന്തുണ്ട്, ന്യൂ എന്ന് പറഞ്ഞ ഫയലുണ്ട്. ഇമ്പോർട്ട് എന്ത് വേണം, ന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ ഉണ്ട്, അതിനെ ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ 2ലേക്ക് എത്തി. അപ്പം ഞാൻ എന്ത് ചെയ്തു, 2നെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ പറയുകയാണ് പ്രിൻറ്റ് ന്യൂ. സോറി, ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്തില്ല. ഫ്രം പാക്കേജ് നെയിം. കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ പാക്കേജിൻ്റെ ഭാഗമായി, കാരണം 2ലാണ് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ പാക്കേജിൻ്റെ ഭാഗമായി പാക്കേജ് നെയിമിനകത്ത് എന്തുണ്ട്, 2 എന്ന് പറഞ്ഞ ഫയലുണ്ട്. അതിനകത്ത് എന്ത് ചെയ്തു, ഇമ്പോർട്ട് ന്യൂ എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ട്. ആ വേരിയബിളിന് എടുക്കുന്നു. സോ കണ്ടോ, എററും ഓട്ടോമാറ്റിക്കലി പോയുണ്ടോ. അറ്റംപ്റ്റ് റിലേറ്റീവ് പാത്ത് ബിയോണ്ട് ടോപ്പ് ലെവൽ എന്ന് വെച്ചാൽ ആ പറഞ്ഞ ഹൈറാർക്കി തെറ്റിപ്പോയി. അതായത് ന്യൂ മോഡ്യൂൾ ന്യൂ ഇമ്പോർട്ട്. ഓക്കെ, ഹൈറാർക്കി തെറ്റി. കാരണം എന്ന് വെച്ചാൽ ഈ ഹൈറാർക്കി ഇവിടെ ഇങ്ങനെയല്ല. കാരണം ഹൈറാർക്കി തെറ്റിപ്പോയി. എന്താ ചെയ്യുക, ഇങ്ങനെയല്ലോ. അതായത് ന്യൂ മോഡ്യൂൾ 2.py ഇഷ്യൂ ഉള്ളത്. ഹൈറാർക്കി തെറ്റി. അറ്റംപ്റ്റഡ് റിലേറ്റീവ് ഇമ്പോർട്ട് ബിയോണ്ട് ടോപ്പ് ലെവൽ പാക്കേജ്. ഓക്കെ, എൻ്റെ ഹൈറാർക്കിയിൽ ആ ഇമ്പോർട്ടിങ് തെറ്റി. എന്ന് വെച്ചാൽ ഞാൻ റെഫർ ചെയ്ത ഫയൽ തെറ്റിപ്പോയി. ഇവിടെ നിന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, പുറത്തെ ന്യൂ മൊഡ്യൂളിലേക്ക് പോകുന്നു. ന്യൂ മൊഡ്യൂളിനകത്ത് ന്യൂ എന്ന് പറഞ്ഞ ഫയലുണ്ട്, അതിനകത്ത് ഇമ്പോർട്ട് ചെയ്യുന്നു. ന്യൂ എന്ന് പറഞ്ഞ പാക്കേജ് അല്ലേ, സംതിങ് വെൻ റോങ്, ഐ ഡോണ്ട് നോ. ഇത് ഞാൻ ഫിക്സ് ചെയ്യാം. എന്നുവെച്ചാൽ ഈ അബ്സല്യൂട്ട് പാത്തും റിലേറ്റീവ് പാത്തും പറയാൻ വേണ്ടി ചെയ്തതാണ്, അബദ്ധം പറ്റി. ഇത് എനിക്കൊരു എക്സാമ്പിൾ കിട്ടിയായിരുന്നുണ്ടെങ്കിൽ ഞാൻ അത് കാണിച്ചു തരാമായിരുന്നു. പക്ഷെ അതിന് പറ്റിയ എക്സാമ്പിൾ ഇല്ലാതാനും. ഞാൻ ഏതോ ഒന്നിൽ നോക്കിയായിരുന്നു ആ മൊഡ്യൂൾ, പക്ഷെ അത് ഏതാണെന്ന് ഓർക്കുന്നില്ല. അതിനകത്ത് കൃത്യമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് ഞാൻ ഈ എക്സാമ്പിൾ എടുത്തത് തന്നെ. അപ്പോൾ ഇവിടെ പാളി എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് കൊടുത്ത് നോക്കട്ടെ, ചിലപ്പോൾ വർക്ക് ചെയ്താലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിക്സ് നോക്കാം. ഓക്കെ, ദിസ് ഇസ് ന്യൂ. മണ്ടത്തരം. അതായത് ഞാൻ 2ൽ നിന്നുകൊണ്ട് ന്യൂ മൊഡ്യൂളിലേക്ക് പോകുന്നു. സോ ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ ദ സെയിം ഫോൾഡർ. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഡോക്യുമെൻ്റ് റൂട്ട് സെയിം ആയതുകൊണ്ടാവണം നേരത്തെ പറഞ്ഞ ഹൈറാർക്കി പുറത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞത്. കാരണം പൈത്തൺ മൊഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ ഒറ്റ പാക്കേജിനകത്ത് കിടക്കുന്നുണ്ടാണ് ഈ പറഞ്ഞ ന്യൂ മൊഡ്യൂൾ. അപ്പോൾ ഇതാണ് റിലേറ്റീവ് മൊഡ്യൂളിൻ്റെ ഒരു പ്രശ്നം. നിങ്ങൾക്ക് അതിൻ്റെ റീഡബിലിറ്റി മനസ്സിലാവത്തില്ല. നിങ്ങളത് ഇച്ചിരി തല പുകച്ച് ആലോചിക്കേണ്ട സാധനമാണ്. അപ്പോൾ അതിന് പറ്റിയൊരു സാധനം ഞാൻ എക്സാമ്പിൾ കാണിക്കാൻ ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ഞാൻ പാക്കേജ് ഇവിടെ വെച്ച് നിർത്താം. അതേപോലെ റൂൾ ഓഫ് തമ്പ് എന്ന് വെച്ചാൽ അബ്സല്യൂട്ട് ഇമ്പോർട്ട് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിലേറ്റീവ് ഇമ്പോർട്ടിൻ്റെ സമയത്താണ് നമുക്ക് init.py വേണ്ടത്. അബ്സല്യൂട്ട് ഇമ്പോർട്ടിൻ്റെ സമയത്ത് വേണ്ട. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് init.py ഇല്ലാതെ തന്നെ എക്സിക്യൂട്ടായി. പക്ഷേ എന്നാൽ ഈ പറഞ്ഞ ഡോട്ട് ഇട്ട് നൊട്ടേഷൻ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഐഡൻറ്റിഫൈ ഇറ്റ് ആസ് എക്സിക്യൂട്ടിങ് ദ ഫയൽ. അവർ പറയും ഇത് നിങ്ങളുടെ പേരൻ്റാണ്, പേരൻറ്റിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അപ്പം ബെസ്റ്റ് പ്രാക്ടീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾവേസ് കീപ് init.py ഫോർ ക്ലാരിറ്റി ആൻഡ് കമ്പാറ്റബിലിറ്റി. ഓൾവേസ് അങ്ങനെ ചെയ്യുന്നതായിരിക്കും. കാരണം വേർഷൻ കമ്പാറ്റബിലിറ്റീസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ എ ഫോൾഡർ ഈസ് എ പാക്കേജ് ഓൺലി ഇഫ് ഇറ്റ് ഹാസ് എ init ഫയൽ. init ഫയൽ ഉണ്ടെങ്കിൽ മാത്രം എന്നെ പാക്കേജ് എന്ന് വിളിക്കുന്നു. അതിനകത്ത് വേർഷൻ മാറ്റേഴ്സ് ആണ്. പൈത്തൺ 3.3 സംതിങ് വരില്ല. പിന്നെ റിലേറ്റീവ് ഇമ്പോർട്ട് വർക്ക്സ് ഓൺലി വെൻ പൈത്തൺ ബിലോങ്സ് ടു എ പാക്കേജ് ആണെങ്കിൽ മാത്രമേ റിലേറ്റീവ് ഇമ്പോർട്ട് ഇപ്പം ചെയ്ത പോലെ റിലേറ്റീവ് ഇമ്പോർട്ട് നടക്കണമെങ്കിൽ ഒരു പാക്കേജ് ആയിട്ട് മാറ്റണം. സോ റണ്ണിങ് എ മോഡ്യൂൾസ് ഡയറക്ട്ലി ബ്രേക്സ് റിലേറ്റീവ് എന്ന് വെച്ചാൽ ഒരു എക്സിക്യൂഷൻ ഡയറക്ട്ലി ചെയ്യണമെങ്കിൽ റിലേറ്റീവ് ഇമ്പോർട്ട്സ് ബ്രേക്ക് ചെയ്യും. ഇപ്പോൾ ചെയ്തത് അതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു. എന്ന് വെച്ചാൽ എന്തെന്ന് വെച്ചാൽ പൈത്തൺ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒരു സ്റ്റാൻഡ് അലോൺ സ്ക്രിപ്റ്റായിട്ട് മാറ്റും. എന്ന് വെച്ചാൽ ഒരു പാരൻറ്റ് പാക്കേജ് അല്ലാതെ ഒരു എക്സിക്യൂഷൻ നടത്തും. ആ എക്സിക്യൂഷൻ സമയത്ത് പറയും നടക്കൂല എന്ന് പറയും. യൂസ് അബ്സല്യൂട്ട് ഇമ്പോർട്ട് ഫോർ ക്ലാരിറ്റി എന്ന് വെച്ചാൽ പാക്കേജ് ഡോട്ട് മോഡ്യൂൾ ഇമ്പോർട്ട് എ ഫീച്ചർ. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഡബിലിറ്റി പ്രശ്നം ഉണ്ടാവത്തില്ല. അതാണ് കുറച്ചുകൂടെ ബെറ്ററാണ്. അവസാനത്താണ് ലൈബ്രറീസ് എന്ന് പറയുന്ന സാധനം. ലൈബ്രറീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈബ്രറി ഈസ് എ കളക്ഷൻ ഓഫ് പാക്കേജസ്. നമ്മൾ നേരത്തെ പറഞ്ഞു മൊഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഫീച്ചേഴ്സാണ്. ഫങ്ഷൻസ് ഉണ്ടാവും, വേരിയബിൾസ് ഉണ്ടാവും, എന്തെങ്കിലും കാര്യം ഉണ്ടാവും. എന്നാൽ പാക്കേജിലേക്ക് വരുവാണെങ്കിൽ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് മൊഡ്യൂൾസ് ആണ്. മൾട്ടിപ്പിൾ പൈത്തൺ ഫയൽസ് ഉണ്ടാവും. എന്നാൽ ലൈബ്രറിയിലേക്ക് പോകണമെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ പാക്കേജസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒരു പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതായിരിക്കും. അതിനകത്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇരിക്കുന്ന കുറേ ലൈബ്രറി പാക്കേജസ് ഉണ്ടാവും.
ഫോർ എക്സാമ്പിൾ നമ്മൾ HTTP മോഡ്യൂളൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെയെന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറേ ഇൻബിൽറ്റ് എന്ന് വെച്ചാൽ എൻകോഡിങ് ഉണ്ടാവും, ഡീകോഡിങ് ഉണ്ടാവും, അതേപോലെ തന്നെ എൻക്രിപ്ഷൻ, പിന്നെ HTTPയുടെ കുറച്ച് പ്രോട്ടോകോൾസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വരുന്നതെന്ന് വെച്ചാൽ ലൈബ്രറി ഈസ് എ കളക്ഷൻ ഓഫ് പാക്കേജസ്, കുറേ ഫോൾഡേഴ്സിൻ്റെ കളക്ഷൻ ആയിരിക്കും, ആൻഡ് മോഡ്യൂൾസ് ബണ്ടിൽസ് ടുഗദർ. ചിലപ്പോൾ അതിനകത്ത് മോഡ്യൂൾസോ പാക്കേജ് ഉണ്ടാവും, നേരത്തെ കാണിച്ച പോലെ തന്നെ രണ്ടും ഉണ്ടാവാം. പ്രൊവൈഡ്സ് റെഡിമെയ്ഡ് ഫംഗ്ഷനാലിറ്റി, എന്തെങ്കിലും ഒരു ഫംഗ്ഷനാലിറ്റി ചെയ്യാൻ വേണ്ടി. സോ യു ഡോണ്ട് റീഇൻവെൻറ്റ്, നിങ്ങൾ പുതുതായിട്ടൊന്നും ഉണ്ടാക്കണ്ട. അതുകൊണ്ടാണ് നിങ്ങൾ പൈത്തൺ ഉപയോഗിച്ചാൽ യു ക്യാൻ എല്ലാത്തിലേക്കും പോകാൻ കഴിയുന്നതിൻ്റെ പ്രധാന കാരണം പൈത്തൺ ഒരുപാട് ലൈബ്രറീസ് ഉണ്ട്. അത് നിങ്ങൾ ഉണ്ടാക്കണ്ട, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രെയിം വർക്ക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഫ്രെയിം വർക്ക്സ് ഉപയോഗിക്കാൻ പഠിക്കലാണ്. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഉപയോഗിക്കാൻ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ബേസിക്സ് അറിയണം. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ലൈബ്രറി ഉണ്ടാക്കണ്ട, ലൈബ്രറി ഉപയോഗിക്കാൻ പഠിക്കണം. ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ പൈത്തൻ്റെ എങ്ങനെയാണ് ഫങ്ഷൻസ് വർക്ക് ചെയ്യുക, ഓരോന്നിലും മൊഡ്യൂൾ എങ്ങനെയാണ്, മൊഡ്യൂൾസിനകത്ത് ക്ലിക്ക് കഴിഞ്ഞാൽ എങ്ങനെ റിലേറ്റീവ് ഇമ്പോർട്ട്സ് നടക്കുക, ഇതൊക്കെ അറിയലാണ് നമ്മളുടെ കോഴ്സിൻ്റെ പ്രധാന ഉദ്ദേശം. അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പം പൈത്തൺ കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഉപയോഗങ്ങളുണ്ട്. ആ ഉപയോഗങ്ങളിൽ ഒന്നാണ് പറഞ്ഞ വെബ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റി, ഓട്ടോമേഷൻ ഉപയോഗിക്കാം, ഗെയിം ഡെവലപ്മെൻറ്റ് ഉപയോഗിക്കാം. നമ്മൾ ഈ അടുത്ത് ചെയ്യാൻ പോകുന്ന എക്സൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഡേറ്റ സയൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഡേറ്റ അനാലിസിസിനൊക്കെ ഉപയോഗിക്കും. സോ ക്യാൻ ബി സ്റ്റാൻഡേർഡ്. ചില ലൈബ്രറീസ് പൈത്തൻ്റെ കൂടെ വരുന്നുണ്ട്, അതെല്ലാം നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം യൂസിങ് പിപ്പ്. മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പൈത്തൺ ഫയലാണ്. എ പാക്കേജ് ഇസ് എ ഫോൾഡർ കണ്ടെയ്നിങ് മോഡ്യൂൾസ് പ്ലസ് ഇൻറ്റ് ഫയൽ. പിന്നെ ലൈബ്രറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേറ്റഡ് പാക്കേജ് ഓഫ് മോഡ്യൂൾസ് ആയിരിക്കും ഓഫ്റ്റൻ ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ യൂസിങ് പൈത്തൺ പിപ്പ് പാക്കേജ് റിപ്പോസിറ്ററി ഉണ്ട്. ആ പൈത്തൻ്റെ റിപ്പോസിറ്ററി വഴി നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്ന സാധനമാണ് ഈ പറഞ്ഞ ലൈബ്രറീസ്. അതിൽ സ്റ്റാൻഡേർഡ് ലൈബ്രറീസ് എന്ന് പറഞ്ഞാൽ മാത്തും ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി ലൈബ്രറീസ് റിക്വസ്റ്റ്, ഫ്ലാസ്ക്. നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സാമ്പിൾ ഒരു ഫ്ലാസ്കിൻ്റെ ആണ്, ഫ്ലാസ്കിൻ്റെ API ആണ്. NumPy ഫോർ ഡേറ്റ സയൻസ് ആണെന്നല്ലേ, ഡേറ്റ സയൻസിൻ്റെ അല്ലേ. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജാങ്കോ, അതൊക്കെയെന്ന് പറഞ്ഞാൽ ലൈബ്രറീസ് ആണ്. അപ്പോൾ ലൈബ്രറീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് എന്തൊക്കെ, അങ്ങനെ ഒരു ലൈബ്രറി എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ നോക്കട്ടെ. ലൈബ്രറി SQLite ലൈബ്രറി ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഇൻസ്റ്റാൾ ആവുന്നത് സൈറ്റ് പാക്കേജസിനകത്തായിരിക്കും. അപ്പം ഇപ്പം ഇതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, കാരണം ഞാനത് വെർച്വൽ എൻവയോൺമെൻറ്റ് റൺ ചെയ്യുന്നതാണ്. SQLite ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു പാക്കേജാണ്, നോട്ട് എ ലൈബ്രറി, ബിക്കോസ് ഇറ്റ് ഹാസ് ഓൺലി മോഡ്യൂൾസ്. ബട്ട് പിപ്പ് കണ്ടോ, പിപ്പ് സൈറ്റ് പാക്കേജസിനകത്താണ്. അതിനകത്തുണ്ടോ, പിപ്പിനകത്തുണ്ടോ 1, 2 പിന്നെ കുറേ മോഡ്യൂൾസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ എ കളക്ഷൻ ഓഫ് മോഡ്യൂൾസ് ആൻഡ് പാക്കേജസ്. അതാണ് ഈ പറഞ്ഞ ലൈബ്രറി. ജാങ്കോ പോലുള്ള ഫ്രെയിം വർക്ക്സ് ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറേ ഉണ്ടാവും. അത് നമുക്ക് നോക്കാം. എൻ്റെ ടെർമിനൽ നോക്കട്ടെ. Okay. So libraries lives inside site packages folder under the lib. How to install third party libraries? നിങ്ങൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ പിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു കമാൻഡ് ലൈൻ ടൂളാണ്. പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഓൾറെഡി വരുന്നതാണ് ഓട്ടോമാറ്റിക്കലി. പിപ്പ് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ കമാൻഡ് ഉണ്ട്. അതിന് ശേഷം നിങ്ങളുടെ പാക്കേജ് എന്താണോ അതിൻ്റെ പാക്കേജ് നെയിം കൊടുക്കുക. ഇനി നമ്മൾ വരാൻ പോകുന്ന അല്ലെങ്കിൽ അതിൻ്റെ വേർഷൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കൊടുക്കാം, ഈക്വൽ സൈൻ ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ഫ്ലാസ്ക് ഇൻസ്റ്റാൾ ചെയ്യണം. ഫ്ലാസ്ക് ഇൻസ്റ്റാൾ ചെയ്ത് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യണം, SQLite ഇൻസ്റ്റാൾ ചെയ്യണം. അത് ആ 3 മൊഡ്യൂൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളടുത്ത ലാബ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തൊക്കെ ലൈബ്രറീസൊക്കെ കാണണമെങ്കിൽ പിപ്പ് ലിസ്റ്റ് എന്ന് പറഞ്ഞ കമാൻഡ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിസ്റ്റ് ഓഫ് ഇൻസ്റ്റാൾഡ് ലൈബ്രറീസ് കാണാം. ഇതിനകത്ത് നിങ്ങൾ നോക്കി അറിയാനുണ്ടാവും. ഫ്ലാസ്ക്, ജിൻജ2, കുറേ ലൈബ്രറീസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ലൈബ്രറീസ് അല്ല, പാക്കേജസോ അല്ലെങ്കിൽ മോഡ്യൂൾസോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾ കസ്റ്റമായിട്ടൊരു മൊഡ്യൂൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും, പൈത്തൺ പാത്ത് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കും. എവിടെയാണ് നിങ്ങളുടെ പാത്ത് എന്ന് പറഞ്ഞു കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിസ് പാത്തിലേക്ക് അപ്പൻഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ പറഞ്ഞല്ലോ പാത്ത് വേരിയബിൾ ഉണ്ട്. ആ പാത്ത് വേരിയബിളിലാണ് നിങ്ങൾ എക്സിക്യൂട്ടബിൾസോ അല്ലെങ്കിൽ മൊഡ്യൂൾസോ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അത് പൈത്തനോട് പറഞ്ഞു കൊടുക്കാം, നിങ്ങളുടെ പാക്കേജ്, പുതിയൊരു പാക്കേജ് ഇവിടെ കിടപ്പുണ്ടെന്ന് പറഞ്ഞു കൊടുക്കാം, നിങ്ങൾക്ക് കസ്റ്റം പാത്ത് ആണെങ്കിൽ. പിന്നുള്ളതാണ് വെർച്വൽ എൻവയോൺമെൻറ്റ്. വാട്ട് ഈസ് എൻ വെർച്വൽ എൻവയോൺമെൻറ്റ്? ഒരു വെർച്വൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫോൾഡറാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ സെൽഫ് കണ്ടെയ്ൻസ് വർക്ക് സ്പേസ് ദാറ്റ് ഇറ്റ് ഹാസ് എന്ന് വെച്ചാൽ അതിന് സ്വന്തമായിട്ടൊരു പൈത്തൺ ഇൻ്റർപ്രറ്റർ ഉണ്ടാവും, പിപ്പ് പാക്കേജ് മാനേജർ ഉണ്ടാവും, ഇൻസ്റ്റാൾ ലൈബ്രറീസ് ഓഫ് പാക്കേജസ് ഉണ്ടാവും, സ്ക്രിപ്റ്റ്സ് ഓഫ് ടൂൾസ് ഉണ്ടാവും. ഇതൊക്കെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐസൊലേഷന് വേണ്ടിയിട്ടാണ്.
എന്നുവെച്ചാൽ ഡിപ്പെൻഡൻസി ഐസൊലേഷൻ. നിങ്ങൾക്ക് മറ്റുള്ള ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു കൊളാബറേറ്റീവ് എൻവയോൺമെൻറ്റിലേക്ക് വരുവാണെങ്കിൽ പറയും പൈത്തൺ 3.13 ഇപ്പോൾ ലേറ്റസ്റ്റ് വെർഷനാണ്. പക്ഷേ നിങ്ങൾ പറയും നിങ്ങളുടെ കോഡ് 3.3 കിടക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ബഗ്ഗുണ്ട്. നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടാകും. പക്ഷേ അവർ പറയുകയാണ് ഞങ്ങളിപ്പോഴും പഴയത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ള പാക്കേജിനെ ടച്ച് ചെയ്യാതെ, നിങ്ങളിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻവയോൺമെൻറ്റ്സിലേക്ക് തൊടാതെ താൽക്കാലികമായിട്ട് മറ്റൊരു വെർച്വലി എൻവയോൺമെൻറ്റ് ഉണ്ടാക്കിയെടുത്ത് അതിനകത്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പുതിയതായിട്ടൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട, ഓൾറെഡി നിങ്ങൾക്കൊരു വെർച്വൽ എൻവയോൺമെൻറ്റ് പൈത്തൺ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. ഒരു സെപ്പറേറ്റ് ഫോൾഡർ ഉണ്ടാക്കാം. അതിനകത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പൈത്തൺ ഇൻസ്റ്റാളേഷൻ ലൈബ്രറീസൊക്കെ മാപ്പ് ചെയ്യും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻസി ഡിഫറെൻറ്റ് പ്രോജക്ട്സ് ക്യാൻ യൂസ് ഡിഫറെൻറ്റ് വേർഷൻസ് ഓഫ് ദി സെയിം ലൈബ്രറി. ഇപ്പം HTTPയുടെ ഒരു വേർഷൻ ലേറ്റസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഓൾഡസ്റ്റ് വേർഷൻ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഒരേ സിസ്റ്റത്തിൽ തന്നെ 2 എൻവയോൺമെൻറ്റിൽ റൺ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യണമെന്ന് മാത്രം. അതുപോലെ തന്നെ വേർഷൻ മാനേജ്മെൻറ്റ് പ്രിവെൻറ്റ്സ് വേർഷൻ കോൺഫ്ലിക്ട്സ്. One project needs Flask 2.3, 2.0. Another requires 3.0. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ കോൺഫ്ലിക്ട്സ് വരുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ വേർഷൻ മാനേജ്മെൻറ്റിന് സാധ്യത ഉള്ളതുകൊണ്ട് പറഞ്ഞ പോലെ വെർച്വൽ എൻവയോൺമെൻറ്റ്സ് ഉപയോഗിക്കാം. പിന്നെ റീപ്രൊഡ്യൂസിബിലിറ്റി. യു ക്യാൻ ഫ്രീസ് ഡിപ്പെൻഡൻസീസ് ആൻഡ് request.txt in recreate the same environment later. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെയിം എൻവയോൺമെൻറ്റ് നിങ്ങൾക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആ പറഞ്ഞ ഡിപ്പെൻഡൻസീസ് മുഴുവൻ നിങ്ങളുടെ റിക്വയർമെൻറ്റ് ഫയൽസിലേക്ക് ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും അതിനെ എടുക്കും. ഞാനതൊക്കെ പറഞ്ഞാൽ അഡ്വാൻസ്ഡ് മൊഡ്യൂളായിരിക്കും പറയുന്നത്. അതുകൊണ്ട് നമുക്കതിന് പ്രോജക്റ്റ് ചെയ്യുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ എന്താണ് ടേംസ് എന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ. അതേപോലെ ഇത് ഞാൻ പറഞ്ഞല്ലോ ബിഗിനേഴ്സിനുള്ളതല്ല, ഇൻ്റർമീഡിയറ്റ് ലെവലിലുള്ളതാണ്. സോ മനസ്സിലാവുന്നത് ചിലപ്പം അത് പഠിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ടെങ്കിലാണ് ഈ പറഞ്ഞ മൊഡ്യൂൾസൊക്കെ കുറച്ചുകൂടെ മനസ്സിലാവുക. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്. കാരണം ഇത് ഇങ്ങനെ പഠിപ്പിച്ചിട്ടുള്ള കാര്യം ഞാൻ ടാസ്ക് ചെയ്ത് കാണിക്കണം. അപ്പോൾ ഇത് എന്താണ് എൻ്റെ ബേസിക്സ് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ പാളിപ്പോവും. ഇത് കുഴപ്പമില്ല. ഹൗ ടു ക്രിയേറ്റ് എ വെർച്വൽ എൻവയോൺമെൻറ്റ്. അപ്പോൾ ആ വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് എ ഫോൾഡർ. നിങ്ങൾക്കൊരു ഫോൾഡർ ഉണ്ടാവണം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നെയിം ചെയ്യാം. അതിനുശേഷം നിങ്ങളതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണം അല്ലേ. അപ്പം ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ എൻവയോൺമെൻറ്റ്സ് വെർച്വൽ എൻവയോൺമെൻറ്റ്സ് നിങ്ങളുടെ ഷെല്ലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ഒരു സിസ്റ്റം 10 യൂസേഴ്സ് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 വെർച്വൽ ഷെല്ലുണ്ടാവും. ആ ഷെല്ല് ഷെയർഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഓരോ യൂസർക്കും ഓരോ ഇൻഡിവിജ്വൽ ഷെല്ലുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളൊരു വെർച്വൽ എൻവയോൺമെൻറ്റിലേക്ക് ഒരു വെർച്വൽ എൻവയോൺമെൻറ്റ് ആക്ടിവേറ്റ് ചെയ്തെന്ന് വെച്ചിട്ട് മറ്റുള്ളവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. ദേ ക്യാൻ വർക്ക് ആസ് ദ ലൈക്ക്. നിങ്ങളുടെ വെർച്വൽ എൻവയോൺമെൻറ്റ് മാത്രമായിരിക്കും മാറുന്നത്. കാരണം നിങ്ങളുടെ ഷെല്ലിലേക്കായിരിക്കും പറഞ്ഞ ചേഞ്ചസ് വരിക, മറ്റുള്ളവരിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റം വരും നോക്കാം. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ, ഫസ്റ്റിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. അതിനുള്ള കമാൻഡാണ് പൈത്തൺ -m. എന്ന് വെച്ചാൽ -m എന്ന് പറഞ്ഞത് മൊഡ്യൂൾ ഉപയോഗിക്കുക. എന്ത് മൊഡ്യൂളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെർച്വൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടൊരു മൊഡ്യൂളുണ്ട്. ബി എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് മൊഡ്യൂളുണ്ട്. മൊഡ്യൂളുള്ള ഒരു പാക്കേജാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് സ്ക്രിപ്റ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ മൊഡ്യൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വെർച്വൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻറ്റ് എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ സാധാരണ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എംപ്റ്റി ഫോൾഡർ ആയിരിക്കും കിട്ടുക. എന്നാൽ ഈ മൊഡ്യൂൾ ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് സംതിങ് എൽസ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. കണ്ടോ, ഇവിടെ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഫോൾഡർ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തു 5/9/2025 ഇന്നത്തെ ദിവസമാണ്. അപ്പോൾ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതിനകത്ത് ഞാൻ പോയിട്ട് നോക്കുകയാണ്, ഡയറക്ടറി വിൻഡോസ് കമാൻഡാണ്. എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞ ഫോൾഡറിലേക്ക് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ അതിനകത്ത് ലിബുണ്ട്, ഇൻക്ലൂഡ് ഡയറക്ടറീസ് ഉണ്ട്, അതേപോലെ തന്നെ കുറച്ച് സ്ക്രിപ്റ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഏത് വെർച്വൽ എൻവയോൺമെൻറ്റ്സിൻ്റെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള സ്റ്റെപ്പ് കഴിഞ്ഞു. അപ്പോൾ എൻവയോൺമെൻറ്റ് എന്ന ഫോൾഡർ ക്രിയേറ്റ് ആയി. സോ വി ആർ ഹാപ്പി. രണ്ടാമത്തെ കേസ് അതിനെ ആക്ടിവേറ്റ് ചെയ്യണം. നമ്മൾ വെർച്വൽ എൻവയോൺമെൻറ്റ് ഫോൾഡർ ഉണ്ടായിട്ട് കാര്യമില്ല, അത് നിങ്ങൾ ഉപയോഗിക്കാൻ പോകുകയാണെന്ന് നിങ്ങൾ പൈത്തനോട് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ സിസ്റ്റത്തിനോട് പറഞ്ഞു കൊടുക്കണം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡാണ് വിൻഡോസിലാണെങ്കിൽ ഈ പറഞ്ഞ കമാൻഡ് ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, നെക്സ്റ്റ് റൺ ചെയ്യാം. ഇത് വിൻഡോസ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ റൺ ചെയ്യുന്നു.
അപ്പോൾ ഞാൻ അതിനകത്ത് കയറുകയാണ്, വി എൻവയോൺമെൻറ്റിൽ കയറുകയാണ്. അപ്പോൾ ഞാൻ കൊടുക്കുന്ന കമാൻഡ് എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ട്. അതിനകത്ത് എന്ത് ചെയ്തു, ആക്ടിവേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. അപ്പോൾ കണ്ടോ മാറ്റം വന്നുണ്ടോ, സി യൂസേഴ്സ് എന്നുള്ളത് മാറിയതിന് ശേഷം അവിടെ ഒരു വി എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്രിഫിക്സ് വന്നു, എന്നുവെച്ചാൽ ഒരു ഷെല്ല് വന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് വെർച്വൽ എൻവയോൺമെൻറ്റിലാണ് പൈത്തൻ്റെ. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പൈത്തോൺ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇവിടെ അല്ല, നേരത്തെ പറഞ്ഞ പോലെ പിപ്പ് ലിസ്റ്റ് എടുത്താൽ ഇതിനകത്ത്, അതായത് വെർച്വൽ എൻവയോൺമെൻറ്റിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ലിസ്റ്റ് മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഇവിടെയാണ് പോയോ? സോ ഇതിനകത്ത് കണ്ടോ പിപ്പ് എന്ന് പറഞ്ഞൊരു പാക്കേജ് മാത്രമേ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ. എന്നാൽ നമുക്ക് മറ്റുള്ള ഗ്ലോബൽ സിസ്റ്റം നോക്കുകയാണെങ്കിൽ ഒരുപാട് പാക്കേജസ് ഉണ്ട് താനും, പക്ഷെ അതൊന്നും കാണിക്കുന്നില്ല. കാരണം നമ്മളിപ്പോൾ നിൽക്കുന്നത് വെർച്വൽ എൻവയോൺമെൻറ്റിലാണ്. ഞാനിപ്പം അതിൽ നിന്ന് പുറത്ത് വരണമെങ്കിൽ ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ്സ് പോവുക, അതിനകത്ത് ഡീആക്ടിവേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, അത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പുറത്ത് പോയി, ഇപ്പോൾ വെർച്വൽ എൻവയോൺമെൻറ്റ് പുറത്ത് പോയി. ഇനി ഞാൻ പിപ്പ് ഷോ കാണിച്ചു കഴിഞ്ഞാൽ, അല്ലെ പിപ്പ് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാമല്ലോ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പാക്കേജസ് ഉണ്ട്. എന്നാൽ നമ്മൾ നേരത്തെ കണ്ടത് പിപ്പ് മാത്രമായിരുന്നു, അതിനകത്ത് വേറെ പാക്കേജ് ഇൻസ്റ്റാളേഷൻ നടന്നിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണം നമ്മൾക്കിപ്പോൾ കിട്ടിയത് ഒരു ഐസൊലേഷൻ എൻവയോൺമെൻ്റ് ആയിരുന്നു. ആ എൻവയോൺമെൻറ്റിലെ ഈ പറഞ്ഞ സാധനങ്ങൾ നിങ്ങൾക്ക് മാത്രമായിട്ട് സെറ്റപ്പ് ചെയ്തേക്കായിരുന്നു. നിങ്ങളുടെ പൈത്തൺ ലൈബ്രറി പോലും നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ പോയിൻ്റ് ചെയ്തേക്കുന്നത്, അതായത് നിങ്ങളുടെ സൈറ്റ് പാക്കേജസിൽ പോയിൻ്റ് ചെയ്തേക്കുന്നത് നിങ്ങളുടെ വെർച്വൽ എൻവയോൺമെൻറ്റിൻ്റെ വി എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞ ഫോൾഡർ ആയിരുന്നു. അതങ്ങനെ കാണിക്കാൻ പറ്റുമോ നോക്കണ്ട, വേർ പിപ്പ്. ഇത് വിൻഡോസ് ആയതുകൊണ്ട് അങ്ങോട്ട് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല എങ്ങനെയാണത് കാണിക്കുക എന്നുള്ളത്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് /v എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം വരുമായിരുന്നു, പക്ഷെ അതെങ്ങനെ കാണാം, വിൻഡോസ് എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് കാണിക്കുക എന്നുള്ളത്. ലിനക്സിലായിരുന്നെങ്കിൽ സിസ്റ്റം കൃത്യമായിട്ട് അതിൻ്റെ പാത്ത് കാണിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞ വെർച്വൽ എൻവയോൺമെൻറ്റ് ഉണ്ടാകുന്നത്, അങ്ങനെയാണ് റൺ ചെയ്യുന്നത് മനസ്സിലാകുന്നുണ്ട്. അപ്പം ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ലിബ് ഫോൾഡർ ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സെപ്പറേറ്റ് പാക്കേജ് കാണാൻ പറ്റുന്നതിൻ്റെ കാരണം ഈ പറഞ്ഞ വെർച്വൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഫോൾഡറിനകത്ത് കയറി നിൽക്കുന്നുണ്ടാണ്. അപ്പോൾ എന്തുകൊണ്ട് എപ്പോഴാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ വെനെവർ യു ആർ വർക്കിംഗ് വിത്ത് തേർഡ് പാർട്ടി ലൈബ്രറീസ്. നിങ്ങൾക്ക് തേർഡ് പാർട്ടി ലൈബ്രറീസ് വേണം, എന്നാൽ നിങ്ങൾക്ക് ഗ്ലോബൽ ലൈബ്രറീസും വേണം എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ പോലെ തേർഡ് പാർട്ടി ലൈബ്രറീസ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ജാങ്കോയുടെ വേർഷൻസ് വ്യത്യാസപ്പെടാം. അപ്പോൾ അങ്ങനെ വരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം സെപ്പറേറ്റ് ജാങ്കോയുടെ ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നതിനെക്കാട്ടും നല്ലത് നിങ്ങളുടെ കറണ്ട് ഷെല്ലിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ലേ ഷെല്ല് വ്യത്യാസപ്പെട്ട് കഴിഞ്ഞാൽ മാറുമെന്ന് പറഞ്ഞാൽ അതാണ്ട് ഈ ഒരു ഷെല്ലിന് മാറ്റമൊന്നുമില്ല. അപ്പം ഞാനിവിടെ വെർച്വൽ എൻവയോൺമെൻറ്റ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്നാൽ ഇവിടെ എനിക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല. ഇവിടെ ഞാൻ പിപ്പ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ സീ ഓൾ ദ മോഡ്യൂൾസ്. എന്നാൽ ഇവിടെ എന്ത് ചെയ്തു, എനിക്ക് ഇവിടെ നിന്ന് പിപ്പ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊന്നും കാണാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞത് ഷെല്ല് ബേസ് ചെയ്തിട്ടിരിക്കും നിങ്ങളുടെ ഈ പറഞ്ഞ വെർച്വൽ എൻവയോൺമെൻറ്റ് ഷെല്ല് ആരാണോ ഉപയോഗിക്കുന്നത് അയാൾക്ക്. അപ്പം ഇത് ഇപ്പം ഞാൻ ചോദിക്കും പ്രൊഡക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾ വ്യത്യസ്തമായ ഷെല്ലുണ്ടെങ്കിലോ. പ്രൊഡക്ഷനിൽ എപ്പോഴും ഒരു സിസ്റ്റത്തിന് ഒരു ഷെല്ല് ഉണ്ടാവുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അവിടെ ഒരു യൂസർ ഉണ്ടാവുള്ളൂ, മൾട്ടിപ്പിൾ യൂസേഴ്സ് ഉണ്ടാവത്തില്ല. കാരണം ആരാണോ ഡിപ്ലോയ് ചെയ്യുന്ന ആ ഡിപ്ലോയ് യൂസർ ഉണ്ടാവുള്ളൂ. CI/CD പൈപ്പ്ലൈൻസിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു ഡോക്കർ കണ്ടെയ്നർക്ക് ഇമേജ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ ഫൈനൽ എക്സിക്യൂഷൻ അത് മാത്രമേ പറഞ്ഞു കൊടുക്കുള്ളൂ. അതിനകത്ത് നിങ്ങൾക്ക് വെർച്വൽ എൻവയോൺമെൻറ്റ് പറഞ്ഞു കൊടുക്കാം. അപ്പം പ്രൊഡക്ഷനിലേക്ക് വരുവാണെങ്കിൽ ആക്സസിബിലിറ്റി കുറവാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, സിംഗിൾ ഷെല്ലേ ഉണ്ടാവുള്ളൂ. അതാണ് അതിൻ്റെ ആൻസർ. So they don't affect the built-in custom modules. They keep projects clean and isolated. എന്ന് വെച്ചാൽ ഐസൊലേഷൻ്റെ ഭാഗമായിട്ട്. പിന്നുള്ളതെന്ന് വെച്ചാൽ requirement.txt. നിങ്ങൾക്ക് പ്രോജക്ട്സിനെ CI/CD പൈപ്പ്ലൈൻസിലൂടെ വരുമ്പോൾ നിങ്ങൾക്ക് പ്രോജക്ട്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് പറയാൻ പറ്റില്ല, പിപ്പ് ഇൻസ്റ്റാൾ ഒന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് വേണ്ട പാക്കേജസ് എല്ലാം കൂടെ requirement.txt ഇട്ട് കഴിഞ്ഞാൽ പൈത്തനോട് പറഞ്ഞു കൊടുക്കാം റിക്വയർമെൻറ്റ് ഫയൽസിൽ നിന്ന് എടുത്തതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് പറഞ്ഞു കൊടുക്കാം. എന്നുവെച്ചാൽ ഒന്ന് പറഞ്ഞ മറ്റുള്ളവരായിട്ട് പ്രോജക്റ്റ് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡക്ഷനെ മറ്റുള്ളൊരു എൻവയോൺമെൻറ്റ് ഡെവലപ്മെൻറ്റിലേക്കൊക്കെ കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ റിക്വയർമെൻറ്റ് ഫയൽസിലേക്ക് നിങ്ങൾക്ക് വേണ്ട എല്ലാ മൊഡ്യൂൾസും ഇട്ട് കൊടുക്കാം. സോ ഇതാണ് എൻ്റെ മൊഡ്യൂൾസിൻ്റെ സെക്ഷൻ. ഒരുപാട് ഇത്രയും നീണ്ടുപോകുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ, സത്യം പറയാം. ഇത്രയും ഇല്ലായിരുന്നിരിക്കാം, ഞാൻ പറഞ്ഞു കിട്ടിയതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ
ഒരു ഹാൻഡ്സ് ഓൺ ലാബുണ്ട്. ആ ലാബ് എന്ന് പറഞ്ഞാൽ ഫ്ലാസ്ക് ഇൻ്റഗ്രേഷനാണ്. ഞാൻ കോഡ് എഴുതുന്നില്ല. കോഡ് എൻ്റെ ഞാൻ പോസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണ് എഴുതിയേക്കുന്നതെന്നുള്ളത്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ എങ്ങനെ പഠിക്കണം, എന്തൊക്കെ ഫീച്ചേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ പ്രോജക്റ്റ് ചെയ്തേക്കുന്നത്. അപ്പം പൈത്തൺ പഠിച്ചാൽ എല്ലാം ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ള മറുപടിയാണ് അവിടെ വരുന്നത്. അപ്പോൾ അത് ഞാൻ അടുത്തൊരു സെഷനിൽ ഞാൻ എടുക്കാം. സോ അൺടിൽ ദെൻ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. കാരണം പൈത്തൺ മൊഡ്യൂൾ തീർന്നിരിക്കുന്നു. അപ്പം ഇനി നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ചാണ് ഞാൻ മറ്റുള്ളതിലേക്ക് പോവുക. നിങ്ങൾക്ക് ഏതെങ്കിലും പൈത്തണിലെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, കമൻറ്റ് ചെയ്യാം. അതേപോലെ ഇനി വരുന്ന പൈത്തൻ്റെ കണ്ടിന്യൂറ്റിയുടെ ഭാഗമായിട്ട് ഞാൻ എക്സൽ ഷീറ്റ് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞ പൈത്തൺ ഇൻ്റഗ്രേഷനോടെ നോക്കാം. എന്നുവെച്ചാൽ പാൻഡ പോലുള്ള ലൈബ്രറീസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അനലിറ്റിക്സ് നടത്താം എന്നുള്ളത് നോക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച് ആൻഡ് സീ യു നെക്സ്റ്റ് ടൈം.